സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഓൾറെഡി ഞാനിന്ന് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് വെച്ചിട്ട് ആ ഒരു പ്ലെയറിന്റെ റിവ്യൂവും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിവിഷൻ മാച്ചിൽ എങ്ങനെയായിരിക്കും ഓപ്പോട്ട് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഗൈസ് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഇടുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലിട്ട് കിടക്കാം മച്ചാമാരെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ ലൈവിൽ വന്ന് കളിച്ച് സെറ്റാക്കി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി DMF കാർഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ കിമ്മിച്ചിനെ. അപ്പോൾ നിങ്ങളെല്ലാവരും എടുത്ത് ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. ഓൾറെഡി എനിക്ക് നമ്മുടെ സാബി ഉണ്ട്. പിന്നെ ഞാൻ നിലവിൽ ആദ്യം CB എടുത്താലോന്ന് വിചാരിച്ചു. പിന്നെ ഹ്യൂസനും നമ്മുടെ ടോണി ആഡംസ് എല്ലാം ഉള്ളതുകൊണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ. ഞാൻ നമ്മുടെ ബെക്കംബറാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഓൾറെഡി ഡെഷാംസ് മാനേജറും ഉണ്ട്. അപ്പോൾ ഗൈസ് ഒരു കിഡിലിൽ ഓപ്പോണ്ടാണ് കിട്ടിയിരിക്കുന്നത്. 3-3-3-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പയുണ്ട്, കേസ്മെറോ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ്റെ കയ്യിലും കേസ്മെറോ, ഡ്രോപ്പ, കിമ്മിച്ച് 3 കാർഡും ഉണ്ട്. ടോട്ടി ഉണ്ട്, ബെയിലുണ്ട്. കിഡിലിന് ഓപ്പോണ്ടാണ് എന്തായാലും എത്തിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ റൈഗാർഡിനെയാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ മിനിറ്റോനെയും മെസ്സിനെയും CF ആയിട്ടും പിന്നെ നമ്മുടെ ഗ്രീസ്മാനെ ഞാൻ SS ആയിട്ടിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫ് ഇറക്കിയാലാണ് സൂപ്പർ സബ്ബാണ്. പക്ഷെ പോയിന്റ് അനുസരിച്ച് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഡെന്നിസ് ലോയ്ക്ക് എന്തായാലും അത്യാവശ്യം നല്ല ഇതുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചവരെ നേരെ നമുക്ക് ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമുക്ക് നാളെ നമ്മുടെ ഒരു ഇത് വരാനുണ്ട്. വേൾഡ് കപ്പ് പുതിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നാളെ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും വേൾഡ് കപ്പിന്റെ പുതിയ മാനേജറും കാര്യങ്ങളൊക്കെ. അപ്പൊ പുറകെ നമ്മുടെ ഓരോ സെലക്ഷൻ കോൺട്രാക്ടിന്റെയും കാർഡിന്റെയും നമുക്ക് സെറ്റ് ആക്കാം ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വെച്ച് അവർക്കാണ് ബൊറോഷ്യോ ഡോർബുഡ്, ഡ്രോപ്പ, പിന്നെ മിക്കി ഗൈസ്. ഓൾറെഡി നമ്മുടെ ഈ ഒരു ഓപ്പണിന്റെ കയ്യിൽ കൂടുതലും ജാപ്പനീസ് പ്ലേയേഴ്സ് ഉണ്ട്. വിവിയൻ, മാലിക്കിയാക്ക്, മിക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ്, നമ്മുടെ ഹഡ്ജ്, ഗ്രീസ്മാൻ, കിമ്മിച്ചിന്റെ ഫസ്റ്റ് ടച്ച് ഗൈസ്. ഗ്രീസ്മാൻ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് അടിച്ചോ. അതാരും മാലിയാക്ക് പറഞ്ഞൊരു കാർഡ് എടുത്തു. അല്ലെങ്കിൽ കിഡിലും ഷോട്ടായിരുന്നു. മിക്കി, ഈ എൽബർ, കോട്ടെ ബെക്കംബർ എടുത്തു. ബെക്കംബർ നമ്മുടെ ജെറാഡ് അടിച്ചോ. ഹഡ്ജ്, സ്റ്റോൺസ് ഗൈസ്, കേസ്മെറോ ഗൈസ്. അപ്പോൾ ശനിയാഴ്ച വന്ന കേസ്മെറോയാണ് മച്ചാൻ്റെ കയ്യിൽ ഇരിപ്പുള്ളത് ഗൈസ്. അപ്പോൾ ക്ലാസ് ഒക്കെ തുറന്നിട്ട് സ്കൂളൊക്കെ തുറന്നിട്ട് എങ്ങനെയാണ് ജസ്റ്റ് കമന്റ് ചെയ്യാം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ് സെക്ഷൻ നോക്കാം. ജെറാഡ് മച്ചാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കോയിനും കാര്യങ്ങളൊക്കെ എത്രയാണ് ജസ്റ്റ് കമന്റ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മുടെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ ഹഡ്ജെ അടിച്ചോടി, അടിച്ചോ. അത് നട കയറി ഗൈസ്. അപ്പോൾ എന്തായാലും നട കയറിയിട്ടുണ്ട്. ഗോളി ആദ്യം സേവ് ചെയ്തു, പക്ഷെ നമ്മൾ രണ്ടാമത് രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ നിലവിൽ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ജൂൺ അടുത്ത ആഴ്ച വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേൾഡ് കപ്പിൽ നിങ്ങൾ ഏതൊക്കെ ടീം ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും കുറെ ഒരു 9ഓളം നമ്മുടെ മാനേജർ പാക്ക് എത്തിയിട്ടുണ്ട്. റൈസ്, വിവിയൻ, കേസ്മിറോ, ടൊമായോമിക്കി അവിടെ അടിച്ചു ഗൈസ്. ഒലിവർക്കാരായതുകൊണ്ട് എടുത്തു. മച്ചാൻ എന്നാലും കിട്ടില്ല കളി കളിക്കുന്നുണ്ട് അത്യാവശ്യം ഗൈസ്. മിനിറ്റോന് ഞാൻ ഫസ്റ്റ് ഹാഫ് ഇറക്കിയ എന്നായില്ലേ. പിന്നെ പുതിയൊരു അപ്ഡേഷൻ ഒക്കെ വരാണ്ട്, പാച്ച് അപ്ഡേറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഈ കണക്ട് ലൈവ് വഴി അവർ അറിയിക്കും. റൈസ്, ബെക്കംബർ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മെസ്സി ഗൈസ് കിമ്മിച്ചിലേക്ക് പരമാവധി കൊടുക്കാൻ നോക്കാട്ടോ. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം. എൽബർ, മിക്കി ഈ കാർഡ് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കണ്ടല്ലോ. ഡെക്ലർ റൈസ്, കിമ്മിച്ച് എടുക്കണേ. ഈ എൽബർ, മിക്കി, എൽബർ, കോസ്റ്റേട്ട, അത് ബെക്കംബർ നൈസിന് ഡിഫൻസ് ചെയ്തു ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മെസ്സി, കേസ്മെറോ അത് നമ്മുടെ കിമ്മിച്ചാണ് ഗൈസ്. ജെറാഡ് ഗൈസ്. ആ നിക്കോറിയല്ലി കാർഡൊക്കെ എങ്ങനെ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. നല്ല ബിറ്റ്സ് കേണർ കാർഡാണ്. 4 പൊസിഷനും കണ്ടോ പുള്ളി കളിക്കുന്നുണ്ട്. LB, പിന്നെ ബിൽഡപ്പ് എൽബർ ഗൈസ് ഫസ്റ്റ് ഡിഫൻസ്. അപ്പൊ ചെക്കൻ അത്യാവശ്യം കളിക്കണ്ട് കേട്ടോ ഗൈസ്, കുഴപ്പമില്ല. എന്താ പറയാ, മിക്കി, പിന്നെ എൽബർ ഗൈസ്. ഓൾറെഡി വേറെ ഒന്നുമല്ല, ഈ മാച്ചില് കിമ്മിച്ച് നമ്മുടെ ഈ ഒരു ഡിവിഷൻ മാച്ചിൽ ഫോം ഔട്ടാണ്. എന്നിട്ടും കുഴപ്പമില്ല. ഇപ്പൊ ഫോം ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കിട്ടും. പിന്നെ നിലവിൽ എന്താ വെച്ചാൽ നമ്മുടെ ട്രഷർ ലിങ്ക് പോലത്തെ പുതിയ സാധനമൊക്കെ വരാനുണ്ട്. ബാങ്കോക്കിന്റെ ഫെസ്റ്റിവൽ ക്യാമ്പയിനൊക്കെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ജൂലൈ 26-നാണ് വരുന്നത്. പിന്നെ ഓൾറെഡി നമുക്ക് ഡിവിഷൻ മാച്ച് ഈ ആഴ്ച ഈ മാസം പെട്ടെന്ന് തീരും നമ്മുടെ ഫിൽറ്ററിനൊക്കെ ശേഷം. അതെന്താണെന്നറിയില്ല, ഈ നീട്ടുമെന്ന് അറിയില്ല, ഇതുവരെ അങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ ഡീസ്മെൻ കിമ്മിച്ച് അടിച്ചു കളഞ്ഞു. ഇതെന്താ അറിയോ, ഈ 1 ടച്ച് പാസിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക പ്രശ്നം, എപ്പോൾ വേണമെങ്കിലും ഗോൾ കയറും. അതാണ് കുഴപ്പം. ജെറാഡ് ഇതാണ് ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത്. അടിച്ചോ. റൈസ് ഫുള്ള് ഷോട്ടാ.
ഗൈസ് അപ്പൊ എന്തായാലും ഹാഫ് ടൈം അവനെ ഒലിവർ കാന്റ് നമ്മുടെ മെസ്സിയിലേക്കാകും. ഡയഫ് മിനിറ്റോ ടു റൈസ്, കേസ്മിറോ, പിന്നെ കിമ്മിച്ച്. ഇവരുടെ ഒരു കിമ്മിച്ച് ഉണ്ടല്ലോ പറഞ്ഞ പോലെ അല്ലേ. കേസ്മിറോ, ഡെക്ലാൻ റൈസ്. ഗൈസ് ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, ഈ മിക്കി എന്ന് പറഞ്ഞ കാർഡ്, ഇത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയില്ല. കോസ്റ്റേട്ട നമ്മുടെ വെക്കമ്പറും കോസ്റ്റേട്ടയും അനക്കാൻ വിടാത്തോണ്ടല്ലേ അവന്മാർ എപ്പോൾ ഗോളടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഗ്രീസ്മാൻ കിട്ടിയിട്ടുണ്ട്. ഡയഫ്, വിവിയൻ, മിക്കി. ഗൈസ് അപ്പൊ ഹാഫ് ടൈം ആയിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗോളിൽ ലീഡുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റില്ല, ഇവന്മാരെ എപ്പോൾ വേണമെങ്കിലും അടിക്കും. 2 ഷോട്ടാണ് നമ്മൾ അടിച്ചത്, ഓപ്പോണന്റ് 4 ഷോട്ട്. മെസ്സി. ഗൈസ് അപ്പൊ ഞാൻ നമ്മുടെ ഓവൻ ഇറക്കിയിട്ടുണ്ട്, സൂപ്പർ സബ്. അപ്പൊ അത്യാവശ്യം സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ജെറാഡ് ഓക്കെ, ഒരു ചാൻസ് ഉണ്ട്. ത്രൂ പാസ്. അയ്യോ, ഓഫ് സൈഡ് ആയിപ്പോയി. ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു, കാരണം അവിടെ നിന്ന് ഞാൻ ഗ്രീസ്മാനിൽ നേരെ ക്രോസ് ഇടാനുള്ള പരിപാടിയായിരുന്നു. അത് നടന്നില്ല, ഓഫ് സൈഡ് ആയിപ്പോയി. ഗൈസ് അപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ട്രയലൊക്കെ പാക്ക് കിട്ടിയതിൻ്റെ കമന്റ് ചെയ്യാം. എനിക്കാണ് ഡ്രോപ്പ് കിട്ടിയില്ല ഗൈസ്, കാരണം ഞാൻ ഇന്നലെ ലൈവിൽ നിന്ന് കറക്കി 2 ഹൈലൈറ്റ് അങ്ങോട്ട് അടിച്ചു, 2-3 ഹൈലൈറ്റ് അടിച്ചു. ആ താഴെയുള്ള പാക്ക് മുഴുവൻ ഞാൻ വൈപ്പാക്കി, എന്നിട്ട് എനിക്ക് കൊനാമി തന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. പിന്നെ മച്ചാമാരെ മാക്സിമം നിങ്ങൾ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ എടുക്കുക എല്ലാവരും, കാരണം ഗോൾഡൻ റൂഡ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വെറുതെ കളയണ്ട, കൊനാമി തരുന്ന ഒരു അവസരമല്ല. അതും ഈ ഒരു കാർഡുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കാർഡാണ്, അപ്പോൾ എടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, മെസ്സി, ജെറാഡ് ഒരു ചാൻസ് ഉണ്ട്, നോക്കട്ടെ. ഓക്കെ, മെസ്സി, ഓവൻ. അടിച്ചോ ജെറാഡ്. എന്റെ പൊന്നെ, ഏതാ മാച്ച് ഗൈസ്. കിടിലൻ പാസ് കേട്ടാ, അതായത് കിടിലൻ പാസ്സാണ്. ത്രൂ പാസ് വന്നിട്ട് നൈസിന് അവിടെ നിന്ന് അടിച്ചു. നല്ലൊരു ഗോള്. ഡ്രോപ്പ, ടൊമായോമിക്ക്. ഗൈസ് ഇനി എന്താണെന്നറിയോ, നമ്മൾ ലീഡ് പിടിച്ചിട്ട് കൂടുതൽ ഡിഫൻസ് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കാണ്ടിരുന്നത്. കാരണം ഒരു ഗോൾ അടിച്ചാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അടുത്ത ഗോൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. ജെറാഡ് അടിച്ചോ, ലേറ്റ് ആയിപ്പോയി. മിക്കി, ഡെക്ലാൻ റൈസ്, എൽബർ. ഗൈസ് അപ്പം മച്ചാമാരെ രാവിലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി തോന്നുന്നു. പോസ്റ്റേട്ട സൗണ്ട് ഉണ്ട്. പോസ്റ്റേട്ട നാളെ നമ്മുടെ മെയിൻ്റെനൻസ് ലൈവ് ഉണ്ടാവും നമ്മുടെ മെയിൻ ചാനലിൽ. നാളെ നമുക്ക് വരാൻ പോകുന്ന മിക്ക കാർഡുകളെ പറ്റി അറിയാൻ പറ്റും. ലെജൻഡുകളൊക്കെ വരും തോന്നുന്നു ഗൈസ്, കാരണം നാളെ ഓൾറെഡി നമുക്കൊരു കാർഡ് വരാനുണ്ട്. ഓവൻ, ജെറാഡ്, കിമ്മിച്ച്, ബ്രിഡ്സ്. ഇവര് ബ്രിഡ്സിൽ ഇറക്കി. റൈഗാർഡ്. ശരിക്കും പറഞ്ഞ ഒരു ആങ്കർമാനെയും കൂടെ വെക്കണം നമ്മുടെ സ്ക്വാഡിൽ, കാരണം ഞാൻ ഒറ്റ ആങ്കർമാനെ വെച്ചിട്ടുള്ളൂ. നമ്മുടെ ചൗമണിനെ അടുത്ത ദിവസം ഇറക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പോപ്പയുടെ കാർഡൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അതൊക്കെ കുറേ നമ്മുടെ പണ്ടത്തെ ഏതൊരു എനിക്ക് സീസണിൽ നിന്ന് കിട്ടിയ, അതൊക്കെ ഇടയ്ക്കൊന്ന് ഇറക്കി കളിക്കണമെന്നുണ്ട്. പിന്നെ കുറെ ലെജൻഡ് കാർഡ്, നെക്കാറ്റ്, അങ്ങനത്തെ കുറച്ച് കാർഡ് ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ദിവസം എന്തായാലും ഇറക്കി സെറ്റാക്കാം. റിവാൾഡോ ഒക്കെ ഗൈസ്. അപ്പൊ ഇവര് നമ്മുടെ മർക്കസ് തുറാമിന് ഇറക്കിയിട്ടുണ്ട്. കിടിലൻ പാസ്, അല്ല പാസ്സല്ല, കിടിലൻ ഡിഫൻസ് അല്ലേ, അത് പിന്നെയും കൊളായനെ കിട്ടിയിട്ടുണ്ട്. സാബി, മെസ്സി, കിടിലൻ പാസ്. ഡെനിസ്ലോ, ഈ ഡാനി ബിബിയെ പിടിച്ചോട്ടെ, അല്ലേ അത് കിടിലൻ ഗോളായനെ. ഓവൻ, മെസ്സി, ജോൺ സ്റ്റോൺസ്, കേസ്മിറോയ്ക്ക് വലിയൊരു ചാൻസ് ആണ് കിട്ടിയിട്ടില്ല, കാരണം കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ്ലോ, മെസ്സി, ഓടിക്കോ. ഡെന്നിസ്ലോ കിട്ടി, അടിച്ചോ. ഈ ജോൺ സ്റ്റോൺസ് കാലും വെച്ചു, അല്ലെ അത് ഗോള് പോയേനെ. പക്ഷേ സുഖമായിട്ട് ഗോള് കയറിയ ടോട്ടി ഇറക്കിയിട്ടുണ്ട്. അതാ പോസ്റ്റായിട്ട് ഗൈസ് കറക്റ്റ് ടൈമില് ചെക്കനെ പിടിച്ചതുകൊണ്ട് കഴിച്ചില്ലായി, അല്ലേ അത് മിക്കവാറും പറത്തി ഗോൾ അടിച്ചേനെ. ഒന്നാമത് തൂറാണ് ഗൈസ്. അപ്പൊ അത്യാവശ്യം ഹെഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോണിന്റെ വീണ്ടും ടീം. നമുക്ക് മെസ്സിനെ മാറ്റിയിട്ട് നമുക്ക് സുരേനെ അങ്ങനെ ഇറക്കാന്നാണ് വിചാരിക്കുന്നത്, കാരണം മെസ്സിന്റെ പവർ കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിയാനായി ഗൈസ്. അപ്പോൾ അവര് കിമ്മിച്ചാണോ അവരുടെ ഒരു ക്യാപ്റ്റൻ തോന്നുന്നു. പിന്നെ നോക്കിയൊക്കെ ഗൈസ്, എന്തായാലും ഓപ്പോണന്റ് മാറ്റിയിട്ടുണ്ട്. എൽബർട്ട്, നമ്മുടെ ടോട്ടി. ഈ ടോട്ടിന്റെ വേണം അത്യാവശ്യം നല്ല രസമായിട്ടാണ് ഗൈസ്. ഡെക്ലറേഷൻ അടിച്ച് ഓഫ് സൈഡാ ഗൈസ്. ഒരു കിടില ഷോട്ടായിരുന്നു, പക്ഷെ ഓഫ് സൈഡ് ആയതുകൊണ്ട് ഗോള് കയറിയില്ല ഗൈസ്. ഏകദേശം 82 ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂര്യ ഇറങ്ങിയത് കൊണ്ട് ഒരു ഗോളോടെ നമുക്ക് പ്രതീക്ഷിക്കാം, പറയാൻ പറ്റില്ല. പിന്നെന്താ വെച്ചാല് ലീഡ് എന്തായാലും കളയാണ്ട് വെക്കണം, കാരണം നമ്മളെ അടിക്കാൻ സമ്മതിക്കരുത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. പോസ്റ്റേട്ട, സൂര്യ കിട്ടിയോ? ഇല്ല.
കിടലിന് ഷോട്ട് ഗൈസ്. അത് കുറച്ചുകൂടെ താത്തി അടിച്ചായിരുന്നെങ്കിൽ അത് ഷുവറായിട്ട് ചിലപ്പോൾ ഗോൾ കയറിയത്. അല്ലേ നമ്മുടെ ഗോളി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒലിവർഗൻ ഏറ്റവും, പക്ഷെ ചില സമയത്ത് ഗോൾ കയറാറുണ്ട്. ഓക്കെ ഗൈസ് 85 ആയിട്ടുണ്ട്. ഒലിവർഗൻ ടു നമ്മുടെ സുവാരസ് സാബി കിട്ടിയിട്ടുണ്ട്. റൈഗാർഡ്, സാബി അലോൺസോ, ഡെന്നിസ്ലോ, സുര കിട്ടിയിട്ടുണ്ട്. ഓവൻ ഓക്കെ സുര ഡബിൾ ടച്ച് അടിച്ചോ. പോസ്റ്റ് തെറ്റി പോയടാ. അല്ലെ നല്ല കിടിലൊരു ഗോളായിരുന്നു. സാബി അലോൺസോ അത് പോയി. റൈഗാർഡ് ഇനി അവന്മാർ ഗോൾ അടിക്കില്ല. ഇനി നമുക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. ലിലിയൻ റൈഗാർഡ്, ഡെന്നിസ്ലോ, സാബി അലോൺസോ. അയ്യോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു കിടിലൻ മാച്ച് ആയിരുന്നു. എന്തായാലും ഡിവിഷൻ മാച്ചിൽ നമ്മൾ 2 ഗോളുകൾക്ക് ജയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു ഗോളോട് അടിക്കേണ്ടിയിരുന്നു. ഡബിൾ ടച്ച് അല്ല സ്റ്റണ്ടിങ് ഷോട്ട്, പക്ഷെ അത് പോസ്റ്റ് തട്ടിപ്പോയി. അപ്പൊ അല്ലേ നമുക്ക് 3 ആൾക്കാരായിരുന്നു ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഷോട്ടാണ്, 5 ഷോട്ട് അവര്, പിന്നെ സേവ് ആണെങ്കിൽ നമ്മൾ 2 ഗോളി അവരുടെ 1. അപ്പൊ ഗൈസ് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നല്ല മാച്ച് ആയിരുന്നു ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.